ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയ ബ്രെഡ് പോപ്കോൺ ആണ്. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാക്കാനായി വെച്ചതിന് ശേഷം ഇത് 4 സ്ലൈസ് ബ്രെഡാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി ക്രിസ്പി ആയി കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം നന്നായി നിരത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എല്ലാ വശവും മാറി മാറി ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായി അത് ക്രിസ്പി ആക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളിത് ഇളക്കുമ്പോൾ ആ പാത്രത്തിൽ തട്ടുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കും ക്രിസ്പി ആയി കഴിയുമ്പോൾ. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ 2ാമത്തെ സെറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒരു പരന്ന പാത്രത്തിൽ നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും തൂത്ത് ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ളതെല്ലാം ഒന്ന് നമുക്ക് താഴേക്ക് തൂത്തിട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര കാരമലൈസ് ആയി തുടങ്ങി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാൽ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് പിന്നെ പഞ്ചസാര കട്ട കെട്ടിയാലും അത് മെൽറ്റായി കിട്ടും. എങ്കിലും ഇച്ചിരി ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ബ്രെഡ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ. എല്ലാ ഭാഗത്തേക്കും നന്നായി കോട്ടിംഗ് ആവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്